ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞാൻ അപ്പു. ഈ കഥയിലെ ഒരു സാധാരണ കുട്ടി. അതാണ് പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ പറയൂ. ഞാൻ സത്യമായിട്ട് പറഞ്ഞ പിന്നെ എന്റെ അച്ചു ഈ കഥയിലെ ഒരു പൊട്ടൻ. അത് സത്യ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സത്യമായിട്ട് പറയുന്നു. എടാ നമ്മുടെ ഗ്രൂപ്പില് ഒരാൾ കൂടി ഇല്ലേ? അവൻ അമേരിക്കയില. ഞാൻ അവൻ എങ്ങനെ Yes, this is Mr. Madhu, son of Anuran, the godfather. പുള്ളിയുടെയും ഫോട്ടോ അതിൽ കാണാം. കണ്ടോടാ അയാളുടെ വെളുത്ത മുടിയും ആ കിളവൻ ലുക്കും. വടി കുളിക്കുമ്പോൾ മാത്രം എടുത്തു വെക്കുള്ളൂ. എന്നാ നമുക്കിനി കഥ തുടങ്ങിയാലോ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മച്ചാനെ ഹാപ്പി ആണോ?
എന്തെന്ത് പരിപാടി? എന്തു പരിപാടികൾ? ഇന്ന് കറങ്ങാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. ഓ, കൊച്ചി മെട്രോ. ഇനി മിക്കവാറും 5 കൊല്ലത്തേക്ക് നിന്റെ ഓണം കട്ട പോക. അതുകൊണ്ട് ഈ കൊല്ലം ഞാൻ വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ടിവിയിൽ പുതിയ സിനിമകളൊക്കെ ഉണ്ടല്ലോ. നീ കൂടുന്നുണ്ടോ? ഏയ്, ഞാനില്ല. എടാ മണ്ട, അവര് പുതിയ സിനിമ എന്ന് പറഞ്ഞിടുന്നതേ 10 മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാ. നെറ്റിലാണെങ്കിൽ ലേറ്റസ്റ്റ് സിനിമ വിത്തൗട്ട് പരസ്യം ആയി കിട്ടും. നിനക്ക് പരസ്യം കാണണോ, സിനിമ കാണണോ? അത് പോട്ടെ, നീ വേറെ കാര്യം അറിഞ്ഞോ? എന്താടത്? മഹാബലി പാതാളത്ത് വന്നോ? മാവേലി അല്ലടാ. പിന്നെ? എടാ, നമ്മുടെ മധു, അവൻ അമേരിക്കയിൽ വന്നു. സത്യമാണോ നീ പറയുന്നത്? ഓ, ഇത് ഭയങ്കര ഓണ സർപ്രൈസ് ആയല്ലോ. ശരിയാ, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ആ, ചെലപ്പോ അവന്റെ വീട്ടിൽ അവൻ വന്നതിന്റെ ആഘോഷമായിരിക്കും. പിന്നെ ഭയങ്കര ആഘോഷമായിരിക്കും. ചിലപ്പോ തൃശൂർ പൂരം വരെ ആകാം. തൃശൂർ പൂരോ? ആ, അവന്റെ ഫാദറിൽ നിന്ന്, ആ ഗോഡ് ഫാദറിൽ നിന്ന് നല്ല പട അടി കിട്ടുണ്ടാവും. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? മോൻ വരുമ്പോഴെങ്കിലും ഇയാൾക്ക് ആ വടിക്ക് റെസ്റ്റ് കൊടുത്തൂടെ? ഇയാളാരാ, വടിയാശന? എടാ, ആദ്യം നീ കാര്യം മനസ്സിലാക്ക്. അവൻ ഇങ്ങോട്ട് വന്നതല്ല. അവൻ എല്ലാം പരീക്ഷയിലും തോറ്റതുകൊണ്ട് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. അത് ശരി. എന്നാ പിന്നെ നമ്മളേറ്റ് അവരുടെ ആഘോഷം കൊടുക്കണ്ട. നിങ്ങൾ എന്റെ വീട്ടിൽ ആ പൂരം ആഘോഷിച്ചു അല്ലേ? മതി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഗോ ഗെറ്റ് ലോസ്റ്റ് ഐ സേ. പേടിച്ചു പോയല്ലേ? അത് ശരി, അപ്പൊ അഭിനയമായിരുന്നല്ലേ? എനിക്ക് നിങ്ങളെ അങ്ങനെ മറക്കാൻ പറ്റുമോ? എനിക്ക് ഫ്രണ്ട്സായിട്ട് നിങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അമേരിക്കയിലായതുകൊണ്ട് എന്റെ പിന്നാലെ നടക്കുന്ന ചില ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ അവരും പോയി. നിന്റെ അച്ഛൻ ഞങ്ങളെ കാണാൻ സമ്മതിച്ചോ? ഓ, എന്റെ അച്ഛൻ പുള്ളി ഓണത്തിന്റെ തിരക്കില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ വിചാരിച്ചു നീ ഞങ്ങളെ എന്നേക്കുമായി വിട്ടുപോയെന്ന്. പക്ഷെ നീ ഞങ്ങളെ മറക്കാതെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ? അതാണ് ഈ മധു. പരീക്ഷയിൽ തോറ്റത് വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നില്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഓ, ഇവിടെ എൻട്രൻസ് കോച്ചിങ്ങും ട്രാഫിക് ജാമായി ലൈഫ് ആകെ ബോറാ. പിന്നെ ഞങ്ങളൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നീ വന്നതിന്റെ ചെലവ്. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പോകാം. ഞങ്ങളെ റെഡി. Then let's go. സൂപ്പർ ഗ്ലൂ വേണോ? സൂപ്പർ ഗ്ലൂ. ഏത് സാധനം ഒട്ടിക്കാവുന്ന സൂപ്പർ ഗ്ലൂ വേണോ? ചേട്ടാ, നല്ല പശയാണോ? എന്ത് സാധനവും ഒട്ടോ? പിന്നെ ഏത് സാധനം വേണമെങ്കിൽ ഒട്ടിക്കാം. ഏത് പൊട്ടിയ സാധനം ഈ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കാം. എന്നാ പിന്നെ ഈ പൊട്ടിയ സാധനം ഒന്ന് ഒട്ടിക്കോ? പിന്നെ ഒട്ടിക്കാവല്ലോ. മോനാ സാധനം എടുത്തേൻ. ചേട്ടാ, ഇന്ന് കാലത്ത് പൊട്ടിച്ച പടക്കമാണ്. ഇതൊന്ന് ഒട്ടിക്കോ? പോടാ അവിടുന്ന്. കാലത്ത് തന്നെ വരും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. പടക്കല്ലാണ്ട് വേറെ എന്ത് സാധനം ഒട്ടിക്കാവുന്ന സൂപ്പർ ഗ്ലൂ വേണോ? സൂപ്പർ ഗ്ലൂ. ചേട്ടാ, ഒന്നിങ്ങോട് വന്നേ. എന്തിയേ? ഒരു സൂപ്പർ ഗ്ലൂ എടുക്കട്ടെ? ചേട്ടാ, ഇവരും ഇവന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം ആകെ പൊട്ടിയിരിക്ക. ഒന്ന് ഒട്ടിച്ചെടുക്കും. ഷോ, ഇന്നത്തെ കച്ചവടം മുഴുവൻ ഇങ്ങനെയായല്ലോ. ഓ, ആ പൊരിച്ച കോഴിയുടെ മണം. എന്റെ കെന്റുകി അപ്പൂപ്പ, ചുറ്റുള്ളത് ഒന്നും കാണൂല. എടാ, മിണ്ടാതെ നിക്ക്. ആളുകൾ ശ്രദ്ധിക്കും. ബി ഡീസന്റ് മാൻ, ബി ഡീസന്റ്. വാ, നമുക്ക് ആ മേശയിൽ പോയി ഇരിക്കാം.
നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാം. എടാ മധു, കൈവത്തിപ്പാടം വരവേറ്റിടാം. ഇത്ര നല്ല ദിവസം നിങ്ങൾ ഇവിടെ ഇരുന്നാണോ ഓണം ആഘോഷിക്കുന്നത്? നിന്റെ അമ്മ കഷ്ടപ്പെട്ട് വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നത് നീ കണ്ടതല്ലേ? ഞാൻ നിങ്ങളെ ടൗണിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോറി അങ്കിൾ. എടാ മധു, നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ തിരുവോണ ദിവസം നമ്മൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കണ്ടേ? സോറി അച്ഛാ, ഞാനിതൊരിക്കലും ആവർത്തിക്കുകയില്ല. ഞാൻ അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് വരികയാണ്. കുറച്ചു നേരം മുമ്പ് ദുബായിലുള്ള നിന്റെ ഇളയച്ചൻ വിളിച്ചിരുന്നു. അവൻ അവരുടെ ഡൈനാ ട്രേഡ് കോംപ്ലക്സിലുള്ള ഓണാഘോഷത്തെ പറ്റി പറഞ്ഞു. അവർ പല മതസ്ഥരും പല ദേശക്കാരും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് അവിടെ. നമുക്കും അവരെ പോലെ ഒരുമിച്ച് ഓണാഘോഷിക്കാം. നിങ്ങളും ഞങ്ങളുടെ കൂടെ വരണം. അവൻ അടുത്ത ആഴ്ച തിരിച്ചു പോവുകയല്ലേ? നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരും വരുന്നുണ്ട്. നമുക്കൊരുമിച്ച് ആഘോഷിക്കാം. ബായ് കെന്നകി, ഞങ്ങൾ പിന്നെ വരാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ല താനും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം.